എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം, വൈറൽ റെസിപ്പിയും കൂടെ കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തയ്യാറാക്കി നോക്കിയതാണേ. ആദ്യം നമുക്ക് വേണ്ടത് പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒന്നേ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കാം. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ച പപ്സിൻ്റെ ഷീറ്റാണ്. ഇത് നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഏതാണോ അതെടുക്കുക. ഞാനിപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചീസാണ് മേടിച്ചിരിക്കുന്നത്. ഇത് കുറച്ചായിട്ട് മുറിച്ച് ഈ ഒരു ഷീറ്റിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക. ഞാൻ 3ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത് ആ ചീസ്. എന്നിട്ട് ഇത് ഓരോ ഷീറ്റിലും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. ചീസ് അതിലേക്ക് വെച്ച് ആ പപ്സിൻ്റെ ഷീറ്റ് വെച്ച് അതിൻ്റെ 4 ഭാഗങ്ങളും കവർ ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ ഷീറ്റുകളും ചെയ്തെടുക്കുക. നമുക്ക് എന്തുമാത്രം സ്നാക്സ് ആവശ്യം അല്ലെങ്കിൽ സ്വീറ്റ് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കി എടുത്തു കൊടുക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്വീറ്റ് റെസിപ്പിയും കൂടെ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഞാനിപ്പം ആ ഒരു ചീസ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എല്ലാ ഷീറ്റിലും ചീസ് വെച്ച് ഞാനൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു ട്രേ വേണം. അവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ എടുക്കുക. ഇതിലേക്ക് ബട്ടർ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റുകളും എടുത്ത് ഇതിലേക്ക് വെച്ച് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനിയും ഒരു കോഴിമുട്ട എടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ഇതിന് മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. കറുത്ത എള്ളോ അല്ലെങ്കിൽ വെള്ള എള്ളോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് നേരമാണ് വെച്ചിരുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്സിൻ്റെ ഷീറ്റ് ഈ ഒരു അവനിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് നേരം വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ചീസി ബോൾസ് തയ്യാറായി കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്കത് വെള്ളെടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്കിനിയും ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമുക്ക് എന്തുമാത്രം മധുരം വേണോ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു മധുരവും ആ ചീസിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ചേരുമ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഞാൻ കുറച്ചേറെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.